ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഗോവയിൽ തന്നെയാണുള്ളത്. ഗോവയിൽ പഞ്ചിയിൽ, ഗോവയുടെ ക്യാപിറ്റൽ സിറ്റി പഞ്ചിയിൽ തന്നെയാണുള്ളത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇവിടെ വന്നിട്ട് ഗോവയിലെ ഒരു പോർച്ചുഗീസ് കോളനിയിലൊക്കെ പോയായിരുന്നു. നല്ല കിടിലം വീടുകളും കെട്ടിടങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഇനി നമ്മൾ പോകാൻ പോകുന്നത് റെയ്സ് മാഗോ എന്ന് പറയുന്നൊരു ഫോർട്ടുണ്ട്. അതായത് 14ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു ഫോർട്ടാണ്. അത് ഇവിടെ നിന്ന് പഞ്ചിൽ നിന്നൊരു 6 കിലോമീറ്റർ കണ്ടേ ഉള്ളൂ. നമുക്ക് എങ്ങനെ പോകാൻ പറ്റുമെന്നുള്ളത് നോക്കാം. ബസ് സ്റ്റാൻഡിലോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണുള്ളത്. നമ്മൾ ഇന്ന് വൈകുന്നേരം മഡ്ഗാവിന് ട്രെയിൻ ബുക്ക് ചെയ്തിരിക്കുകയാണ് കേട്ടോ നാട്ടിലേക്ക്. രാത്രി 11:30ക്കാണ് ട്രെയിൻ. അപ്പോൾ ഇവിടെ നിന്നൊരു 30 കിലോമീറ്ററാണ് തിരിച്ച് മഡ്ഗാവിനുള്ളത്. നമുക്ക് ആ ഫോർട്ടിൽ പോയിട്ട് വന്നിട്ട് തിരിച്ച് മഡ്ഗാവിൽ പോയിട്ട് രാത്രി നാട്ടിലേക്ക് പോകേണ്ട പരിപാടിയാണ്. ഗോവയിൽ നിന്നുള്ള മിക്കവാറും ലാസ്റ്റ് എപ്പിസോഡായിരിക്കും ഇത്. അപ്പോൾ ഗോവൻ സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരിച്ച് മഡ്ഗാവിലേക്ക് പോകുന്ന ബസ്സുകളിൽ കയറി കഴിഞ്ഞാൽ വീരം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ഇറങ്ങിയാൽ അവിടെ നിന്നാണ് പിന്നെ ഫോർട്ടിൽ പോകേണ്ടത്. അപ്പോൾ നമ്മളെന്തായാലും ബസ്സിൽ പോകാനുള്ള പരിപാടിയാണ്. അവിടെ നിന്ന് ബസ്സിൽ 20 രൂപ കൊടുത്തപ്പോഴേ വീരം എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അപ്പോൾ ഇനി ഇവിടെ നിന്ന് 1.5 കിലോമീറ്ററാണ് കാണിക്കുന്നത്. അങ്ങനെ നമ്മളവിടെ നൈസിന് ലിഫ്റ്റ് അടിച്ചു കേട്ടോ. ലിഫ്റ്റ് ചോദിച്ചാലൊക്കെ ഇവിടെ എല്ലാവരും നിർത്തരും. കാരണം ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് ലിഫ്റ്റ് ചോദിച്ചാലൊന്നും ആർക്കും മടിയില്ല. എവിടെ ചോദിച്ചാലും നിർത്തരും. റെയ്സ് മാഗോസ് ചർച്ചിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതിൻ്റെ പുറകിലായിട്ട് തന്നെയാണ് ഫോർട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഫോർട്ടിനകത്തോട്ട് കയറി നോക്കാം. നമ്മൾ ആദ്യം കണ്ട ഗോവയുടെ തലസ്ഥാനമായ പഞ്ചിമിന് എതിർവശത്തായി മണ്ടോവി നദിയുടെ മറുകരയിലെ ഒരു ചെറിയ ഗ്രാമമാണ് ഈ റെയ്സ് മാഗോസ്. 1490കളിൽ അന്നത്തെ നാട്ടുരാജാവായിരുന്ന ആദിൽ ഷായുടെ സൈനികരുടെ ഒരു ഔട്ട് പോസ്റ്റ് ആയിട്ടായിരുന്നു ഇപ്പോഴത്തെ ഈ ഫോർട്ട് ഇരിക്കുന്ന ഈ സ്ഥലം. പോർച്ചുഗീസുകാരുടെ വരവിന് ശേഷം 1550കളിൽ വൈസ്രോയിമാരുടെ താമസത്തിനും ഒരു ഇടത്താവളവുമായിട്ടൊക്കെ ഈ ഫോർട്ടും ഈ പള്ളിയും പണിയുന്നത്. പിന്നീട് ബ്രിട്ടീഷുകാരുടെ വരവോടെ 1790കളിൽ അവരുടെ നിയന്ത്രണത്തിലാവുകയും സൈനിക പ്രതിരോധങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്തു. പിന്നീട് സ്വാതന്ത്ര്യ സമരം നടക്കുന്ന 1900 കാലഘട്ടങ്ങളിൽ ഈ ഫോർട്ട് ഒരു ജയിലായി ഉപയോഗിക്കുകയും അത് 1993 വരെ തുടരുകയും ചെയ്തു. 2008 ഗോവൻ സർക്കാരിൻ്റെയും ഒരു UK ബേസ്ഡ് നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ്റെയും സഹായത്തോടെ ഫോർട്ട് റീസ്റ്റോർ ചെയ്ത് നമ്മളിപ്പോൾ കാണുന്ന ഈ അവസ്ഥയിൽ, അതായത് കൾച്ചറൽ സെൻ്ററായും പഞ്ചിമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് അട്രാക്ഷനായും മാറുകയായിരുന്നു. പള്ളിയിൽ അതിലേ നമുക്ക് കയറി വരാം. ഫോർട്ടിലോട്ട് കയറാനായിട്ട് വേറൊരു സെപ്പറേറ്റ് വഴി തന്നെയുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ചിങ്ങോട്ട് വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് ഫോർട്ടിലോട്ട് മേലോട്ട് പോകാൻ പറ്റും. നൈസായിട്ടുള്ള ഫോർട്ടുകളാണ്. പോർച്ചുഗീസുകാർ ഇവിടെ ഭരിച്ചിട്ടെന്നുള്ളതിന് അവരുടെ തെളിവുകളെന്ന് പറഞ്ഞാൽ നല്ല മനോഹരങ്ങളായ തെളിവുകളാണ്. അതും കോട്ടകളും അവരുടെ ബിൽഡിങ്ങുകളും. ചെറിയൊരു അബദ്ധം പറ്റിയിട്ടാ. കാരണം നമ്മൾ പള്ളിയിൽ അതിനെ കൂടെ അല്ലേ കയറി വന്നത്. പക്ഷേ ഈ കറക്റ്റ് വഴി കൂടെ തന്നെ കയറി വരണമായിരുന്നു. അപ്പോൾ ഈ എൻട്രൻസിൽ തന്നെയാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് ഒരാൾക്ക് 20 രൂപയേ ഉള്ളൂ. പക്ഷേ നമ്മൾ ക്യാമറ എന്തെങ്കിലും യൂസ് ചെയ്യുന്നെങ്കിൽ 250 രൂപയുടെ കൊടുക്കണം. 2 ക്യാമറ ആണെങ്കിൽ 500 രൂപ കൊടുക്കണം. അങ്ങനെ എൻ്റെ ഉണ്ടായിരുന്ന ഒരു സ്റ്റിൽ ക്യാമറ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു സ്റ്റിൽ ക്യാമറ യൂസ് ചെയ്യുന്നില്ല, പറ്റത്തില്ല, കൊണ്ടുപോകാൻ പറ്റില്ല. അത് അവർ അവിടെ വാങ്ങി വെച്ചു. 9:30 മുതൽ 5 മണി വരെയാണ് ഇവിടുത്തെ സമയം എന്ന് പറയുന്നത്. അതേപോലെ തിങ്കളാഴ്ച അവധിയുമാണ്. നമ്മളവിടെ താഴ്ന്നിങ്ങ് കയറി ഒരുപാട് ഇങ്ങനെ മുകളിലെത്തി. ഇവിടെ നിന്നാണ് എൻട്രൻസ്. ഈ ഫോർട്ട് മുമ്പ് ജയിലായിട്ട് യൂസ് ചെയ്തിരുന്നപ്പോഴും ഉപയോഗിക്കുന്ന ബാക്ക് സീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഗ്രില്ലാണിത്. ഓ, ഇവിടെ നിന്ന് കണ്ടപ്പോൾ തന്നെ കിടിലം. അപ്പം മോളിൽ നിന്നുള്ള വ്യൂ ഇതിനും അടിപൊളിയായിരിക്കും കേട്ടോ. എന്തായാലും അപ്പം മുകളിലേക്ക് പോവാം. ഇതെന്താ പഴയ ഒരു ലൈറ്റ്. സ്വാതന്ത്ര്യ സമരം നടന്നപ്പോൾ കരുതൽ തടങ്കലിന് വേണ്ടി ഉപയോഗിക്കുന്ന ജയിലാണിത്. ഇവിടെ ഫോർട്ടിൻ്റെ തന്നെ മാപ്പുണ്ട്. മാപ്പിൽ നമുക്ക് എങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ അത് നോക്കി പോകാൻ പറ്റും. നമ്മളിനി പോകുന്നത് ക്രാഫ്റ്റ് സെൻറ്ററിലേക്കാണ്, ഹാൾ 2. അത് ഫോർട്ടിൻ്റെ തന്നെ തടിയിൽ പണിതൊരു മാതൃകയാണ്. അതുപോലെ ഇവിടെ പ്രധാനമായിട്ടുള്ളതെന്ന് വെച്ചാൽ പോർട്ടിൻ്റെ ഡിസൈനും ഓരോ കാലഘട്ടത്തിലും പോർട്ടിന് വന്ന മാറ്റങ്ങൾ അടങ്ങിയ കുറച്ച് ഫോട്ടോസൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ താഴെ കണ്ട പോർട്ടിൻ്റെ മാപ്പ് തന്നെയാണ്. ഇതൊക്കെ എന്താണ് പണ്ട് കാലത്താണെങ്കിൽ ഭയങ്കര സെക്യൂരിറ്റി പ്രാധാന്യമുള്ള സംഭവങ്ങളായിരിക്കും ഇതിൻ്റെ മാപ്പ് എന്നൊക്കെ പറഞ്ഞാൽ.
ഗൺ ലൂപ്പ് ലെവൽസ്, അതായത് കണ്ട തോക്കുകളും പിരങ്കികളൊക്കെ ഫോർട്ടിൽ ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ, അതിൻ്റെ മാപ്പ് സംഭവങ്ങളൊക്കെയാണ്. കുറേ ഉണ്ട് കേട്ടോ, ഇത് പഠിക്കാനാണെങ്കിൽ അടിപൊളി. അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ വന്ന് ദേ ഈ വഴിയെ പോയിട്ട് ഇവിടെ ഒരു കോണിപ്പടി എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് മുകളിലോട്ട് കയറാം. ഇങ്ങനെ കയറിക്കഴിഞ്ഞാലുള്ള വ്യൂ ഉണ്ടല്ലോ, ഒരു രക്ഷയല്ല ഏട്ടാ. ഇതുണ്ടോ അടിപൊളിയാട്ടോ. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന 2 പീരങ്കിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ 3 പീരങ്കി ഇവിടെ ഇരിപ്പുണ്ട്. അതേപോലെ ഇവിടെ നല്ല കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. ഇതുണ്ട് ഫോട്ടോസിനൊക്കെ പറ്റിയ സ്ഥലമാണ്. നമ്മൾ ചില ഹോട്ടലിൻ്റെയും വലിയ വീടുകളിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഒരു സെക്യൂരിറ്റി കാണില്ലേ, നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള രൂപമാണിത്. ഈ ഭാഗത്തോട്ട് കേട്ടോ ഒരു വ്യൂ പോയിൻ്റ്. ഇതുണ്ടോ നമ്മൾ നേരത്തെ കണ്ട കാഴ്ചകൾ തന്നെയാണ്. അടിപൊളി വ്യൂ കേട്ടോ. നമ്മൾ അതിലേ കയറി വന്നു കേട്ടോ. അതിലേ കയറി വന്നിട്ട് നമ്മൾ ഇവിടെ ഇതിനകത്ത് ഹെറിറ്റേജ് സ്റ്റോറിനകത്ത് പോയിട്ട് നമ്മൾ അതുവഴി ആ കോണിപ്പടി ഇവിടെ കയറി മേളിൽ പോയത്. എന്നിട്ട് നമ്മൾ ഈ ഭാഗത്തൂടെ തിരിച്ചിങ്ങി വന്നേ ഉള്ളൂ. ഇവിടെ നിന്നുള്ളത് വേറൊരു വ്യൂ ആണ്, പക്ഷേ ഇതും നല്ല രസമുള്ളൊരു വ്യൂ ആണ്. നമ്മളാ കയറി വന്ന പള്ളിയുണ്ടോ, ആ പള്ളിയുടെ ബാക്കിലായിട്ട് വരെ നമ്മളിപ്പോൾ നിൽക്കുന്നത്. കോട്ട അവിടെ നമുക്ക് കാണാൻ പറ്റും. അവിടെ ഉണ്ട് കുറേ ക്രൂസ് ഷിപ്പുകളൊക്കെ ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ അതിനകത്ത് പാർട്ടിയും കാസിനോകളൊക്കെയാണ് അതിനകത്ത്. അപ്പോൾ അതിനൊക്കെ ഭയങ്കര ചാർജാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോൺ നമ്പറിൽ വിളിച്ച് ചോദിച്ചായിരുന്നു. അപ്പോൾ വാക്സിനേറ്റഡ് ആയിരിക്കണം. 4500 രൂപ കണ്ടാണ് പാക്കേജ്. അപ്പോൾ അത് ഫുള്ള് ഫുഡും ഡ്രിങ്ക്സും അങ്ങനെയൊക്കെയാണ് എൻ്റെ പാക്കേജ്. നമുക്കത് മുതലാക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളെന്തായാലും ആ സംഭവം ഉപേക്ഷിച്ചു. നമുക്ക് അതിലാണ് തിരിച്ച് താഴേക്ക് പോകേണ്ടത്. പക്ഷേ നമ്മൾ ഇങ്ങനെ മുകളിൽ വേറൊരു വഴികളുണ്ട്. അപ്പോൾ അത് എങ്ങോട്ടാണെന്ന് പോകുന്നത് നോക്കട്ടെ. ഈ ഹാളിൽ എന്താ സംഭവം വെച്ചാൽ ഇവിടെ ഈ ഗോവയിൽ ഓരോ വർഷവും പല പല കാലഘട്ടങ്ങളിലായിട്ട് നടന്ന സംഭവങ്ങൾ, അതായത് ഓരോ മാസം തിരിച്ച് ഇപ്പോൾ ജനുവരിയിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ ഈ കാർട്ടൂണിസ്റ്റുകളുടെയും ചിത്രകാരന്മാരുടെയൊക്കെ ഭാവനയിൽ ഓരോ പെയിൻറ്റിങ്ങുകളും കുറേ കാർട്ടൂണുകളൊക്കെ വരച്ച് വെച്ചിരിക്കുന്നതാണ്. ഈ ഫോർട്ടിൻ്റെ 4 സൈഡിൽ നിന്നാലും നമുക്ക് അങ്ങനെയുള്ള വ്യൂ പോയിന്റുകൾ കിട്ടും. നല്ല കിടിലം വ്യൂ ആണ്. അപ്പോൾ നമ്മൾ തൽക്കാലം ഈ ഫോർട്ടിൽ നിന്ന് തിരിച്ചിറങ്ങണം. നല്ല അടിപൊളി കാഴ്ചകളായിരുന്നു. മാത്രമല്ല ഈ ഫോർട്ടിൽ നിന്നുള്ള എല്ലാ ഫോർട്ടിൽ നിന്നുള്ള വ്യൂകൾ കണക്ക് തന്നെ നല്ല കിടിലം വ്യൂകളായിരുന്നു കേട്ടോ. നമ്മൾ ആ ഫോർട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ചും കൊണ്ട് നടന്നപ്പോഴത്തേക്കും ഇവിടെ ചാപ്പൽ, നല്ല നൈസായിട്ടുള്ളൊരു ചാപ്പൽ. അതേപോലെ തന്നെ വ്യൂ ഉണ്ടോ, ഇതാണ് ഇവിടെ നല്ല വ്യൂ എന്ന് പറയുന്നത്. കണ്ടോ കുറേ ക്രൂയിസർ ഷിപ്പെല്ലാം ലാൻഡ് ചെയ്തിരിക്കുന്നു. അതേപോലെ ഇവിടെ നമ്മളെ ലോക്കൽ സൈഡിലെ 3-4 പയ്യന്മാർ ഇവിടെ ഉണ്ട്. आपका नाम बोलो. मनीष. आपका मोहित कुमार. विजय. प्रकाश. कौन सा स्टैंडर्ड? 10, हाँ 12, 7. अच्छा 11. ओके. क्या बोल रहे? बोलो ना. അവർക്ക് എന്തോ പറയണമെന്നൊക്കെ, പക്ഷെ അവർക്ക് നാണം. കുറച്ചും കൊണ്ട് മാറിയപ്പോൾ തന്നെ ഒരു ബൈക്ക് ടാക്സി കിട്ടി. അതിൽ ഒരു 30 രൂപ കൊടുത്ത് ഞാനൊരു സ്ഥലത്തിറങ്ങി. ഇവിടെയാണ് ബസ് ബൈക്കൊക്കെ ഇറങ്ങാൻ പറ്റുന്നത്. അവിടെ നിന്ന് നമുക്ക് ഫെറി പോയിന്റ് ഇത് തന്നെയാണ്. ഫെറിയിൽ കുറേ ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും കുറച്ച് കഴിഞ്ഞാൽ എടുക്കോളായിരിക്കും. പഞ്ചാബിൽ ബെസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസ് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ അതിൽ വരുന്ന ഒരു ഐറ്റമാണ് ക്രൂസ് ഷിപ്പുകളുടെ കാര്യം. അതിൽ കാസിനോ, മജസ്റ്റിക് റൈഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഷിപ്പുകളൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫെറിയിൽ വന്നിട്ട് പഞ്ചാബിൽ ഇറങ്ങിയിട്ടുണ്ട്. തൽക്കാലം ഗോവൻ സീരീസിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും അടുത്തൊരു എപ്പിസോഡുമായി കാണുന്നവരേക്കും സൈനിങ് ഔട്ട്.